നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു തിരിച്ചുവരവിനായി ഇന്ത്യയാകമാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിശക്തമായ പരിശ്രമം നടത്തുകയാണ്. അങ്ങനെ ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ നിർണായക സംഭാവന നൽകേണ്ട സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇവിടുത്തെ ചില നേതാക്കൾക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും തിരിഞ്ഞിട്ടില്ല. അവരിപ്പോഴും കേന്ദ്രത്തിലും കേരളത്തിലുമൊക്കെ ഒരുമിച്ച് ഭരണം ലഭിച്ചിരുന്ന നാളുകളിലെ പോലെ വഴക്കും പരസ്യ വിഴുപ്പലക്കലുമായി നിൽക്കുകയാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ബാലരാമപുരത്തു നിന്നും ശിവദാസനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശിവദാസൻ, ഇങ്ങനെ ഇന്ത്യാകമാനം കോൺഗ്രസ് എങ്ങനെയും തിരിച്ചു വരാൻ വേണ്ടി ഈ കഠിന പരിശ്രമമൊക്കെ നടത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാന നേതാക്കളെല്ലാം പരസ്യമായി തന്നെ തമ്മിലടിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സാറേ നമസ്കാരം. വലിയൊരു വിഷയമാണ്. കാരണം ഞാൻ കോൺഗ്രസിന്റെ ബൂത്തിൽ ഇത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. സമയമില്ല, പെട്ടെന്ന് പറയാം. ഇവര് വിഴുപ്പലക്കി ആരാണ് ശുദ്ധീകരിക്കുന്നത് അറിയാൻ പാടില്ല, നശിപ്പിച്ചു. ഈ പറയുന്നമാര് ഒരുത്തന്മാരും ജയിക്കുകയില്ല. പിന്നെ ഈ കോൺഗ്രസിന്റെ കാര്യം പോയി. കാരണം ഇത് BJPയുടെ പോകാൻ വേണ്ടി കുറെ നേതാക്കന്മാരെ ഒരു തന്ത്രങ്ങളാണ്. കാരണം ഇനി ഇവർക്ക് പട്ടം കെട്ടാൻ കിട്ടൂല, മന്ത്രിയാവാൻ പറ്റൂല, MLA ആവാൻ പറ്റൂല. ഇനി എങ്ങനെയെങ്കിലും കടിച്ചു പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്കി അവസാനം ഘടകകക്ഷികളാക്കി BJPയിലേക്ക് ലയിക്കാണ് ഒരു കളിയാണ്. ഇനി ഇരിക്കുന്ന KPCC പ്രസിഡന്റ് മുതൽ ഇനി എല്ലാ നേതാക്കന്മാരും ഒരു ബൂത്ത് പ്രസിഡന്റ് വില പോലെ അവർ കൊടുക്കുന്നില്ല. ഇവർ എന്ത് അടിസ്ഥാനത്തിൽ അടിക്കുന്നത്? എവര് വോട്ട് ചെയ്യും? ഏത് പ്രവർത്തകരുണ്ട്? എവിടെ ഇരിക്കുന്ന പ്രവർത്തകർ? ഇവർ തമ്മിലടിച്ച വോട്ട് കിട്ടൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൊതുവെ പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞാൻ പെട്ടെന്ന് 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. കാസർഗോഡ് പക്ഷെ കിട്ടിയത് ആലപ്പുഴയാണ്. അതുപോലും കിട്ടൂല സാറേ, അതുപോലും കിട്ടൂല. കാരണം നമ്മളെ പോലെ കോൺഗ്രസ് നെഞ്ചിടിപ്പിക്കുന്ന രീതി. കോൺഗ്രസിനെ ഇപ്പൊ രാജീവ് ഗാന്ധി നടന്ന ഇത്രയും യാത്ര ചെയ്ത് വന്നതും അദ്ദേഹത്തിന് ഇപ്പൊ അയോഗ്യനാക്കിയതൊക്കെ നെഞ്ച് നിരീക്കുന്ന സമയത്തൊക്കെ ഇത് കാണുമ്പോൾ എന്നെ പോലുള്ള പാർട്ടി പുറത്തൊക്കെ സഹിക്കാൻ പറ്റൂല. ശരി, ഞാൻ പറയാം. ശരി, മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, കേരളത്തിൽ ഇങ്ങനെ ഇന്ത്യയിലാകമാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതികഠിനമായ പരിശ്രമമൊക്കെ നടത്തുകയാണ്. അപ്പോഴാണ് കേരളത്തിലെ ചില നേതാക്കൾ, പ്രധാനമായ ഒരു സംസ്ഥാനം കൂടി ആവേണ്ടതാണ് ഈ കേരളം, പക്ഷേ അവിടുത്തെ ചില നേതാക്കൾ ഇപ്പോഴും പഴയ പ്രതാപകാലത്തെ പോലെ പരസ്പരം വിഴുപ്പലക്കുകയും പരസ്യ പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്യുകയാണ്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഇതിനെ സംബന്ധിച്ച് അല്പം പറയാൻ തന്നെ ഉണ്ട്. കാരണം കോൺഗ്രസ് ചുരുക്കി പറയാം. കോൺഗ്രസ് നന്നാകാൻ പോണില്ല. അത് ഇനിയും അലക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോ താനിമാൾ ഉസ്മാൻ പറഞ്ഞു, മുതിർന്ന നേതാവ് സുധാകരനായാലും പാർട്ടിക്ക് അതീതമായിരിക്കണം എന്നാണ്. പിന്നെ മുരളീധരൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ സംഖ്യക്ക് അയക്കണ്ട, ഞാൻ ലീഡറുടെ മകനാണ്, സംഖ്യയിൽ ഞാൻ നിൽക്കൂല, ഞാൻ ഇതിൽ തന്നെ നിൽക്കുള്ളൂ, ഞാൻ എത്ര ദിവസം ഞാൻ ഇങ്ങനെ ജോഡോ യാത്രയിൽ പോയ ആളാണ്, ഞാൻ ഉറച്ച കോൺഗ്രസ്സുകാരനാണെന്ന് അയാളും പറഞ്ഞു. പിന്നെ സുധാകരനും മറ്റേ ആൾക്കാരും വേറെ വല്ലതൊന്ന് പറഞ്ഞു. ഇവരെ ശശി തരൂരിന് മറ്റേ വേണുഗോപാലിനെയും പിന്നെ വേറെ നേതാവിനെയും വിളിച്ചിട്ടില്ല. അതേ സമയത്ത് വിവരമില്ലാത്ത പിന്നെ ശശി തരൂരിനെ ഒന്ന് അതിലേക്ക് വിളിച്ചിട്ട് അവയ്ക്കൊന്ന് വിവരം പറഞ്ഞു കൊടുത്തൂടെ എന്നുള്ളത് നമ്മളെ PJ പഴയ കോൺഗ്രസും MP ഒക്കെ ആയിരുന്ന അയാളും പറഞ്ഞു. PJ കുര്യനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഉദ്ദേശം. ശരി, എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കണ്ണദാസനാണ് പാലക്കാട് നിന്നും. ശ്രീ കണ്ണദാസൻ, കേരളത്തിൽ ഇങ്ങനെ ശക്തമായ രീതിയിൽ ഐക്യപ്പെട്ട് നിൽക്കേണ്ട ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പരസ്യമായ വിഴുപ്പലക്കലിന് മുതിരുകയാണ്. ഇന്നിപ്പോൾ താരിഖ് അൻവറിന് തന്നെ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നിരിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ചടക്കത്തിന്റെ ലക്ഷ്മണ രേഖ കടന്നാൽ അടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്ന്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ട് ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. സാറിനെ ഇപ്പൊ താടി വളർത്തിയിട്ട് ഭൂമിനെ പോലെയാണ് ഇരിക്കുന്നത്. സ്ഥാപകൻ വന്നിട്ട് വേൾഡിലുള്ള ആളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. 1855 സ്ഥാപകൻ. ലോക പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റതൊക്കെ പ്രാദേശിക പാർട്ടികളാണ്. അത് 50 വർഷം തന്നെ ആയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞാല് വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ട് സാറിനെ താടി വളർത്തിയിട്ട് ഭൂമിനെ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ
പ്രതിസന്ധി. ശരി. അതിനാദ്യം പരിഹാരം കാണണം സാറേ. ശരി, എന്തായാലും അഭിപ്രായം പറഞ്ഞതിന് പ്രത്യേകം നന്ദി. മറ്റ് പ്രേക്ഷകൻ കൂടിയുണ്ട്. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ഈ വിഷയം കേട്ട് കാണുമല്ലോ, എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിനെ ഒടുക്കത്തിലെത്തിച്ചിട്ടേ കെ സി വേണുഗോപാൽ അടങ്ങൂ. നമ്മൾ കാണുന്നില്ലേ, കേന്ദ്ര നേതൃത്വത്തിൽ അദ്ദേഹം എന്ന് കാല് വെച്ചോ അന്ന് കേന്ദ്രത്തിലെ ദേശീയ നേതൃത്വത്തിന് അപകടം പറ്റി തുടങ്ങി. ഈ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനെ പോലെ ഒരു മണ്ടനെ ചുമന്ന് നടക്കുന്നിടത്തിലോളം കാലം കേരളത്തിൽ പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് ആ തരത്തിൽ പരാമർശം വരില്ല. ഞാൻ പറഞ്ഞു തരാം സാർ, ഇടപെടല്ല. അദ്ദേഹത്തിന്റെ മോഹം കേരളത്തിലെ മുഖ്യമന്ത്രി കുപ്പായ. പക്ഷെ ഇത് ഉണ്ടാവും, ഈ സാധനം ഉണ്ടാവില്ല എന്നുള്ള അദ്ദേഹം ഓർക്കുന്നില്ല. ബാക്കിയുള്ളവരെയും പുറന്തള്ളിയിട്ട് കുപ്പായം എന്ന് മാത്രം ഉദ്ദേശിച്ച് നടക്കുന്നത്. പക്ഷെ കുപ്പായം ഇവിടെ തുന്നിവെക്കലേ ഉള്ളൂ. കെ മുരളീധരൻ, ശശി തരൂരല്ല ഒരുപക്ഷെ BJPയുടെ സ്ഥാനാർത്ഥിയായി അത്ഭുതപ്പെടാനൊന്നുമില്ല. അതൊക്കെ ഒരു 80-85% റെഡിയാ. അതിനൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട. വെറുതെ അല്ല നരേന്ദ്രമോദിജി പറഞ്ഞത് നാളത്തെ കേരളം, ഇന്നത്തെ ത്രിപുര, നാളത്തെ കേരളം. മനസ്സിലായോ? അതിമണ്ടന്മാർക്ക് മനസ്സിലാവൂല. കെ സി വേണുഗോപാലോട് അവര് പൂർത്തീകരിച്ചു തരും. അതേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മനു മാത്യു ആണ് വൈക്കത്ത് നിന്നും. ശ്രീ മനു, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യ ഉണ്ടായ കാലം മുതൽ വലിയ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണിത്. ഇത് വളരെ വലിയൊരു പ്രസ്ഥാനമാണ്. കാരണം ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ്. പക്ഷെ കേരളത്തിലെ കുറെ നേതാക്കന്മാര് ഇത് തമ്മിലടിച്ച് ഈ പ്രസ്ഥാനം എന്താണെന്ന് അവർക്ക് അറിയാൻ മേല. കാരണം നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തരാൻ ഒക്കെ മുൻപന്തി നിന്ന പ്രസ്ഥാനമാണ് ഈ കോൺഗ്രസ്. അപ്പൊ ഇവിടെ ഈ കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. എല്ലാ നേതാക്കന്മാരും അധികാരമോഹികളാണ്. ഒരു മുഖ്യമന്ത്രിനെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണേലും ഒരു മുഖ്യമന്ത്രിനെ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആണേലും ആ സ്ഥാനത്തിനെ നമ്മൾ മാനിക്കണം. പുതിയതായിട്ട് ഒരു വ്യക്തിനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഈ നേതാക്കന്മാർക്ക് ആർക്കും കഴിയില്ല. കാരണം അവരെ അനുകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നിനും ഒരു യോഗ്യതയില്ല. പിന്നെ ഇവരീ തമ്മിലടിച്ച് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ നശിപ്പിച്ചു കളയുകയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം തന്നെ ഇല്ലാതായി പോവുക. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ധനേഷ് കുമാറാണ്. താങ്കൾ ഈ വിഷയം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇങ്ങനെയുള്ള കേരളത്തിലെ നേതാക്കളുടെ പരസ്യ വിഴുപ്പലക്കലിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? എന്റെ പേര് സുരേഷ് കുമാർ എന്നല്ല, അജയ് കുമാർ എന്നാണ്. അജയ് കുമാർ. ശരി, സോറി, പേര് തെറ്റായി പറഞ്ഞില്ല. നോ പ്രോബ്ലം. അല്ല, ഇവര് കോൺഗ്രസിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇപ്പൊ കോൺഗ്രസ് DAC എന്താണ്, കരുണാകരൻ അന്തരിച്ച കരുണാകരൻ വേറൊരു പാർട്ടി ഉണ്ടാക്കിയ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിക്കുകയും പിന്നെ ആന്റണിയെ മുക്കാലി കെട്ടി അടിക്കണമെന്നൊക്കെ പറഞ്ഞവരൊക്കെ തന്നെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കോൺഗ്രസ് KPCC ഓഫീസിൽ അനാശാസ്യ പ്രവർത്തനം നടക്കുകയാണെന്ന് പറയാതെ പറഞ്ഞു വെച്ചാൽ ഇന്ന് MP ആണ്. അപ്പൊ കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ, കോൺഗ്രസിന് ഇപ്പൊ പ്രത്യേക സംസ്കാരമൊന്നുമില്ല. ഇന്ദിരാ കോൺഗ്രസ് ആയപ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ ആ ഒരു എന്താണ് പറയുന്നത് ഗരിമ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്നിതൊരു വെറും കൂട്ടായ്മയാണ്, കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയ ഒരു ഭരണത്തിൽ വരിക, കുറെ കൈയിട്ട് വാരുക, അതിനുവേണ്ടി മാത്രം ഒന്നിക്കുന്ന ഒരു കൂട്ടായ്മയാണ് കോൺഗ്രസ്. അല്ലാതെ നമ്മൾ ഈ കോൺഗ്രസിനെ പറ്റിയൊന്നും കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. മനസ്സിലായില്ല, നമ്മൾ അതിന് എന്തായാലും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നും ശശിയാണ്. ശ്രീ ശശി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ഇതില് അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്, അതിന് നേതാക്കന്മാരാണ്. ഓക്കെ, നല്ലൊരു സ്കോപ്പ് കേരളത്തിലുണ്ട്. പക്ഷെ ഇപ്പൊ നശിപ്പിക്കുന്നത് അതിന്റെ നേതാക്കന്മാർ തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ശരി, തൃശ്ശൂരിൽ നിന്നും ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്, ഇങ്ങനെ ഐക്യപ്പെട്ട് നിൽക്കേണ്ട ഘട്ടത്തിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇങ്ങനെ പരസ്യമായി വിഴുപ്പലക്കലിലേക്ക് നീങ്ങുന്നത്. ഇത്തരമൊരു പ്രവണത ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് എത്രത്തോളം താങ്ങാനാകും? കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ മെട്രോമാമന്റെ ഒരു ശ്രീധരൻ സാർ, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി റൂമും കസേരയ്ക്ക് ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ മാതിരി 25 മുഖ്യമന്ത്രി കസേര ഉണ്ടാക്കിയിരിക്കുന്നവരുണ്ട്. ചെന്നിത്തലയും ഏതാണ്ട് പോയി, ഉമ്മൻചാണ്ടി ഏതാണ്ട് മരണാസനായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു 25 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. നമുക്കൊരു 200 പാർലമെന്റ് സീറ്റ് വേണ്ടി വരും ഇതൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ. ഒരു സ്റ്റേജിന്റെ കയറി സ്റ്റേജ് പിടിക്കുന്നത് എന്താ? ചെന്നിത്തല നിൽക്കണമെങ്കിൽ സതീശൻ നിൽക്കണമെങ്കിൽ ഇടിച്ചു നിൽക്കുന്ന ഒരു 100 ആളെ കാണാം. വേറൊരു പാർട്ടിയിലില്ല.
ഒറ്റയിലിച്ച് മുഖം മുന്നിൽ കയറിയത് കോമഡി എന്ന് വെച്ചാൽ ഞങ്ങളെ ഇവര് എത്ര വൈസ് പ്രസിഡന്റുമാരുണ്ട് 2 ലക്ഷം, എത്ര കോൺഗ്രസ്സുകാരുണ്ട് അത്രയും വൈസ് പ്രസിഡന്റുമാരുണ്ട് കോൺഗ്രസിന്. എന്തൊരു കോമഡി അത്. ഇവർക്ക് ഉണ്ണിത്താനെ തെറി വിളിക്കുക അഭിപ്രായം പറഞ്ഞാല്. ഉണ്ണിത്താനൊക്കെ അത്രേ ഉള്ളല്ലോ. ഓക്കെ, ഇത്രയും പറയാനുള്ളത്. ഒരു കോമഡിയാണത് മൊത്തത്തിൽ. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് പത്തനാപുരത്ത് നിന്നും മനോഹരനാണ്. ശ്രീ മനോഹരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇനി കേരളത്തിലെ കോൺഗ്രസുകാർ എന്ന് ഈ കഴിവ് കുറയ്ക്കുന്നോ അന്ന് കേരളം രക്ഷപ്പെടത്തുള്ളൂ. ഇവരുടെ ഈ വേലാവലംബിയാണ് ഒന്നും നടക്കാത്തത്. ഇവർ ജയിക്കാത്തതും അത് തന്നെ, എന്നും കഴിവ് തന്നെ. പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ അടി ഉണ്ടായിരിക്കുമ്പോഴും അവർക്ക് ജയിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതല്ല. ഇപ്പൊ സുധാകരൻ പറയുന്ന കാര്യം പിന്നെ വിശ്വസിക്കത്തില്ല, പിന്നെ സമ്മതിക്കത്തുമില്ല. അതുപോലെയാണ് മറ്റുള്ളവർ മുരളീധരൻ പറയുന്നതും സതീശൻ പറയുന്നതും. ഇവർ 3 പേരും കഴിവ് കുറയ്ക്കണോ എന്ന് രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. ഈ മുതിർന്ന നേതാക്കൾ തന്നെ അവർക്കെല്ലാം മുൻ അനുഭവങ്ങൾ ഉള്ളതാണ്. ഇങ്ങനെ പരസ്പരം പോരടിച്ച ഘട്ടത്തിലൊക്കെ ഇത് വെച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുകയല്ലേ? ഇവരെ വെച്ചാണല്ലോ അവർ മുതലെടുക്കുന്നത്. ശരി, ഇവരറിയുന്നില്ല, ഇവരത് അറിയുന്നുമില്ല. ഇവര് കിടന്ന് ചുമ്മാ അടിപിടി കൂട്ടുകയാണ് ഇവിടെ കിടന്നത്. ശരി, അഭിപ്രായം പറഞ്ഞതിന് പ്രത്യേകം നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് പാലക്കാട് നിന്നും ജിതിനാണ്. ശ്രീ ജിതിൻ, താങ്കൾക്ക് പറയാം. അതായത് കോൺഗ്രസിന് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തില് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള ഗ്രൂപ്പിസവും എല്ലാം, പിന്നെ മാധ്യമ ലോകത്തു നിന്നുള്ള പിന്തുണ കോൺഗ്രസിന് വേണ്ടത്ര കിട്ടുന്നുമില്ല. പിന്നെ ഇടതുപക്ഷത്തിനാണെങ്കിൽ ഒരുപാട് മാധ്യമ ലോകത്ത് പിന്തുണ കിട്ടുന്നും ചെയ്യുന്നു. അതും കൂടെ നോക്കുമ്പോൾ പിന്നെ അവിടെയാണ് BJP എന്നൊരു പാർട്ടിയുടെ ഒരു വരവ്. അവരുടെ കറക്റ്റായിട്ട് ഒരു NDA അവർ കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാന്നുള്ളവരുടെ കഴിവുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇനി പോയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരു അധികാരം UDF-ന് കിട്ടുമെന്നൊരു സംശയം UDF-കാർക്ക് തന്നെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ NDAക്ക് ഒരു സ്കോപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മോഡി പറഞ്ഞത് അടുത്ത് കേരളം പിടിക്കുമെന്ന്. അതൊന്നും വെറുതെ മോഡി പറയുമെന്ന് നമുക്ക് തോന്നില്ല. കാരണം എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ത്രിപുരയില് പോലും കിട്ടാത്ത ഒരു പാർട്ടിക്ക് അടുത്തതിന് പിടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് നോക്കുമ്പോൾ നമ്മൾ ത്രിപുര നോക്കണം. ത്രിപുരയിൽ അവർ ഒന്നും അല്ലായിരുന്നു. 1% 2% വോട്ടുന്ന പാർട്ടിയാണ് ത്രിപുര പിടിച്ചത്. 15% വോട്ടുള്ള കേരളത്തിൽ അവർക്ക് പിടിക്കാൻ എത്രത്തോളം എളുപ്പമാണ്. കാരണം UDF-ന് പ്രസക്തി ഇല്ലാന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് NDAക്ക് വരും. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ജോസുകുട്ടിയാണ്. ശ്രീ ജോസുകുട്ടി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. സാറേ, ഈ കേരളത്തിൽ തന്നെയല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. അത് കേരളത്തിൽ വെളിപ്പെടുത്തുന്നില്ല, കേരളത്തിൽ അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഞങ്ങളൊക്കെ ദേശീയ ചാനലുകളും ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ കാണുന്നുണ്ട്, ഞങ്ങളെല്ലാം ഇതിൽ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാത്തവരാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്നാന്ന് വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ മുള്ളും മുരിക്ക് മൂർക്കം പാമ്പ് ഇതെല്ലാം കൂടെ ചേർന്നാലും നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും പറഞ്ഞു കിട്ടില്ല. ഈ പുള്ളി ചെറുക്കനെ എങ്ങനെ പറഞ്ഞേൽപ്പിക്കുന്നത് നിങ്ങളെല്ലാം പറയുന്നത്? ഈ കുച്ചിപ്പുടി ഭരതനാട്യം നടത്തി കോമഡി നടക്കുന്ന ചെറുക്കനെ കേരളത്തിൽ വന്നാൽ കടലിൽ എടുത്ത് ആടുക, വേറെ മറ്റുള്ള സംസ്ഥാനത്ത് പെണ്ണുങ്ങളും ഡാൻസ് കളിക്കുക, ഇങ്ങനെയൊക്കെ നടക്കുന്ന ചെറുക്കനെ അതിനല്ല ഇവിടെ ഇന്ത്യയിലില്ല. പകുതി 3/4 ദിവസം കൂടി ഊരിയിട്ട് ഇവരെയൊക്കെ മറ്റൊരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിനെ വിമർശനം ഉന്നയിക്കുമ്പോൾ മാന്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ പറയുക, അത് വിമർശനം ഉന്നയിക്കുന്നതിന് ഞങ്ങൾ എതിര് പറയുന്നില്ല. പക്ഷേ കുറെ കൂടി മാന്യമായ രീതിയിലേക്ക് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുക, അതാണ് ഒരു ശരിയായ ജനാധിപത്യ രീതി. മറ്റൊരു പ്രേക്ഷകനുണ്ട്, രഘുനന്ദനാണ്. ശ്രീ രഘുനന്ദനൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. അതായത് കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ഇലക്ഷന് നിന്നാൽ പോലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നത് CPM-കാരല്ല, കോൺഗ്രസ്സുകാരാണ് അവരെ പരാജയപ്പെടുത്തുന്നത്. ഇപ്പം ചില മുതിർന്ന ആൾക്കാരെന്ന് പറയുന്ന ഒരു സമയത്ത് കോൺഗ്രസിന്റെ ഏറ്റവും നല്ല ടോപ്പിലൊക്കെ ഇരുന്ന വ്യക്തികളാണ് ഇപ്പോഴും അഭിപ്രായം പറയുന്നത്. പക്ഷെ ഇപ്പൊ അവർക്ക് പാർട്ടിക്കകത്ത് വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് എന്തും വിളിച്ചു പറയാം. അവരെ പുറത്താക്കുക എന്നൊക്കെ വേണമെങ്കിലും ധൈര്യമായിട്ട് പറയാം. കാര്യം ഇപ്പോഴും അവരുടെ സ്ഥാനം കുറവിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരല്ലാതെ അവരുടെ ധൈര്യം കൊണ്ടല്ല ഇങ്ങനെയൊന്നും വിളിച്ചു പറയുന്നത്. അപ്പൊ മാധ്യമങ്ങളൊക്കെ വിചാരിക്കും മുരളീധരൻ അങ്ങനെ പറഞ്ഞു, മറ്റവരിങ്ങനെ പറഞ്ഞു, എന്തോ വലിയ സംഭവമാണെന്ന്. ഒരു സംഭവമല്ല. ഒരു പാർട്ടിയിലും അവർക്ക് സ്ഥാനങ്ങളില്ല. അപ്പോൾ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലാതെ CPM-കാരോ വേറെ ഒരു പാർട്ടിക്കാരും അല്ല. ശരി, കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. മറ്റു പ്രേക്ഷകരുണ്ട്, തങ്കച്ചനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, ഇന്ത്യാകമാനം വലിയൊരു തിരിച്ചുവരവിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പെടാപ്പാട് പെടുകയാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ നേതാക്കൾ ഇങ്ങനെ പരസ്യമായ വിഴുപ്പലക്കലുമായി നിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ തങ്കച്ചൻ, പറയാം. തങ്കച്ചൻ്റെ ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാം. വൈക്കത്തൊന്നും രഘുവാണ്. ശ്രീ രഘു, താങ്കൾക്ക് പറയാം. സാർ, ഈ കോൺഗ്രസിലെ നേതാക്കന്മാര് അവരവര് തന്നെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കുന്നതാണ് ഏറ്റവും വലിയ കോൺഗ്രസിന്റെ തകർച്ച.
ശരി, മറ്റൊരു പ്രേക്ഷകനുണ്ട്, കൊല്ലത്തു നിന്നും രാജനാണ്. ശ്രീ രാജൻ, കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിലാണ് ഇങ്ങനെ പരസ്യമായി വിഴുപ്പലക്കുന്നത്. ഈ ഘട്ടത്തിൽ താരിഖ് അൻവറിനടക്കം പറയേണ്ടി വരുന്നു ലക്ഷ്മണ രേഖ മറികടന്നാൽ മറ്റു നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഈ കോൺഗ്രസ് നന്നാകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പല പ്രാവശ്യം മന്ത്രിമാരായവര്, പല പ്രാവശ്യം MLA-മാരോ അവരൊക്കെ മാറിക്കൊടുക്കണം. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? രണ്ടാമത് കണ്ണ് കാണാത്തൊരു പണ്ടത്തെ സ്പീക്കർ അവിടെ ഇരിക്കുന്നു. എനിക്ക് അവരെ കണ്ടിട്ട് ചിരിയാ വരുന്നത്. അതിന് കണ്ണ് കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ട ആളാ. ഇവരൊക്കെ വീട്ടിൽ പോയി ഇരുന്നൂടെ, പോയി 2 ആടിനെ വാങ്ങിച്ച് വളർത്തിട്ട് ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്, MLA ആകാനും MP ആകാനും മുഖ്യമന്ത്രി ആകാനും ഒക്കെ. എനിക്ക് തോന്നുന്നില്ല അടുത്ത പ്രാവശ്യവും കേരളത്തിൽ ജയിക്കുമെന്ന്. ഇവര് സെൻട്രലിലും ഒരു രക്ഷയില്ല. പിന്നെ ഇവരുടെ മുഖം കണ്ടറിയാൻ എല്ലാവരും BJP-യിലോട്ട് പാഞ്ഞിരിക്കുന്നവരാ. ഒരാളും അവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഒരു ഭരണം കൂടെ ഇവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പരിപാടി തെറ്റി. പക്ഷേ കോൺഗ്രസ് ജയിച്ചാൽ മുസ്ലിം ലീഗ് ആയിരിക്കും മുഖ്യമന്ത്രി, അവരായിരിക്കും ഭരിക്കുന്നത്. മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, കൊല്ലത്തുനിന്നും നൌഷാദാണ്. ശ്രീ നൌഷാദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. എനിക്ക് പറയാനുള്ളതെന്ന് പറയാൻ, ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഈ മുരളീധരനെയും ഈ ശശി തരൂരിനെയും കോഴിക്കോട്ട് നിന്ന് ജയിച്ചവനെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, കോൺഗ്രസിന് വിശ്വാസം ഉണ്ടെങ്കിൽ യുവമാരെ തല്ലിക്കൊല്ലണം. ജനങ്ങൾ തല്ലിക്കൊല്ലണം യുവമാർ. ജനങ്ങള് അങ്ങനെയൊക്കെ പറയാമോ? അവർക്കെതിരെയുള്ള വിമർശനം പറയാം, പക്ഷെ തല്ലിക്കൊല്ലണമെന്നൊന്നും പറഞ്ഞാലായിരുന്നു. കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങള് യവന്മാരെ തല്ലിക്കൊല്ലണം. കെ മുരളീധരനെയും ശശി തരൂരിനെയും. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രവീന്ദ്രനാണ്. ശ്രീ രവീന്ദ്രൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിലാണ്. ദേശീയ തലത്തിൽ അത്രത്തോളം വെല്ലുവിളി നേരിടുകയാണ് കോൺഗ്രസ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഇങ്ങനെ പരസ്യമായി തന്നെ വിഴുപ്പലക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇതിനകത്ത് ഇപ്പൊ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഇതിനെല്ലാം ഒരു മറുപടിയായി വരാൻ പോകുന്ന ഈ അടുത്ത സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്. ആ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് അറിയാം ഈ കോൺഗ്രസിന്റെ അവസ്ഥ എന്നാന്ന്, ഈ കൂട്ടുകെട്ടോടെ കൂടിയുള്ള കൂട്ടുകെട്ടിന്റെ അവസ്ഥ എന്നാണ്. നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു ഇലക്ഷന് കണ്ടതാണ്. കോൺഗ്രസിന് CPM-ന്റെ കയ്യിൽ സീറ്റ് കോൺഗ്രസിന് പോയതല്ലാതെ കൂടി സർക്കാരിനൊന്നും പറ്റില്ല. ഇവരെ കൊണ്ടൊന്നും പറ്റില്ല സാറേ. നമ്മൾ ചുമ്മാ ഇതും വിളിച്ചു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ അഥവാ ഈ പറഞ്ഞെല്ലാം ഒന്നിച്ച് കയറിയെന്ന് കൂട്ടി ഒന്നിച്ച് കയറിയ ഇന്ത്യയുടെ അവസ്ഥ എന്നായിരിക്കും? അവിടെ കിടന്ന് ഇവരെല്ലാം കൂടി അടിയുണ്ടാക്കിയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഈ ഇന്ത്യ രാജ്യം ഇവരുടെ എല്ലാം അവിടെ കയ്യിലോട്ട് കൊടുക്കാനൊക്കെ ഇവിടെയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഈ വേസ്റ്റാത് കൈയിട്ട് വരുന്ന പാർട്ടി കഴിഞ്ഞാൽ വേറെ അതിലും വലിയ കൂടുതൽ കട്ടുന്നവന്മാരും എല്ലാവരും കൂടിയാൽ എങ്ങനെ ശരിയാനാ? ഒന്നും ശരിയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനത്തെ ആൾക്കാർക്കൊക്കെ വീടുണ്ട്. അവരെല്ലാം കൂടെ ആലോചിച്ച് നല്ല രീതിയിൽ തന്നെ കേരളക്കാർക്ക് മാത്രം വിവരമില്ല എന്നൊന്നും താങ്കൾ പറയരുത്. അത് ശരിയായൊരു പ്രസ്താവനയല്ല, അത്തരത്തിലല്ല പ്രതികരിക്കേണ്ടത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. വലിയൊരു തകർച്ചയിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വലിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പരസ്യമായ വീഴ്പ്പലക്കലുമായി നിൽക്കുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. അടുത്തതായി എത്തുന്നത് ജയകുമാറാണ്. ജയകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ഹലോ, പറയൂ. ഈ മുരളീധരനെ ആദ്യം തന്നെ പുറത്ത് കളയാണെങ്കിൽ മിക്കവാറും കോൺഗ്രസ് രക്ഷപ്പെടും. ഈ മുരളീധരനെയും ശശി തരൂരിനെയും രാഘവനെയും ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് രക്ഷപ്പെടും. ഈ കോൺഗ്രസ് നശിച്ചു പോയാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണ് നശിക്കാൻ പോണത്, അല്ല കോൺഗ്രസ്സുമാര് മാത്രമല്ല നശിക്കാൻ പോണത്. ഇന്നത്തെ ഈ അവസ്ഥ എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിന്റെ വിടവിൽ കൂടെ BJP വരുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. അടുത്ത തവണയും ഇവരാണ് ജയിക്കണമെങ്കിൽ മിക്കവാറും മുസ്ലിം ലീഗ് എന്ന പേരില്ലെങ്കിലും റിയാസായിരിക്കും മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ പേരും പറഞ്ഞുകൊണ്ട് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുന്ന യാതൊരു കാര്യമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മുസ്തഫയാണ് മലപ്പുറത്തു നിന്നും. ശ്രീ മുസ്തഫ, കേരളത്തിലെ ഈ നേതാക്കൾ ഇങ്ങനെ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഇങ്ങനെ പരസ്പരം ചെളി വാരി എറിയുന്നത് അത്ര നല്ലതാണോ? അതന്നെ കണ്ട് ഇവരെ ഈ തല്ല് കണ്ട് മടുത്തിന് ജനങ്ങൾക്ക്. ഇതിപ്പോ അണികളല്ല, എല്ലാവരും നേതാക്കന്മാരാണ് ഈ പാർട്ടിയിലിപ്പോ ഉള്ളത്. അണികള് കാരണം സാധനമില്ല, ഫുള്ള് നേതാക്കന്മാര്. വരുന്നവര് ഈ നല്ലൊരു പാർട്ടിനെ നശിപ്പിക്കാൻ ഈ നേതാക്കന്മാരെ മനസ്സിലാക്കാത്തോടത്തോളം കാലം ഇത് അതപ്പതിച്ചു പോകുള്ളൂ ഈ പാർട്ടി. ശരി, പുനലൂരിൽ നിന്നും ശേഖറാണ് എത്തുന്നത്. ശേഖർ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. ശേഖറിന്റെ കോൾ ചില പ്രശ്നം നിന്നോ.
മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ട ഹരിലാലാണ്. ശ്രീ ഹരിലാൽ, താങ്കൾ കൂടി കാണുന്നുണ്ടാവുമല്ലോ, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഇങ്ങനെ ആ പാർട്ടിയെ അപഹസിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞ് ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ വിഷയത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ എൽദോസ് കുന്നപ്പള്ളി പോലുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ കെ മുരളീധരനെയും അതുപോലെ നേതാക്കന്മാരെ പുറത്തു പറഞ്ഞ് രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത്. കെ മുരളീധരന്റെ മത്സരിച്ചില്ലേ വടകര സീറ്റ് കിട്ടുകയായിരുന്നു, ഏത് കോൺഗ്രസ്സുകാർക്കാണ് അറിയത്തില്ല. ഇവരുടെ ഈ നേതാക്കന്മാരെ തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത്. രണ്ടാം നേര നേതാക്കന്മാരെ ഇറക്കിയിട്ട് കെ സുധാകരൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത ആളാണ്. കെ സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്നാണ് കോൺഗ്രസിൽ. അതുപോലെയുള്ള പുറത്തുനിന്ന് വന്നുള്ള നേതാക്കൾ അവരാണ് ഈ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. പാരമ്പര്യമില്ലാത്ത വി ഡി സതീശൻ, പ്രവർത്തന പാരമ്പര്യം, ലോട്ടറി അടിച്ച പോലെ കിട്ടിയ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കുറച്ച് സ്വന്തം ആൾക്കാരെ കിട്ടിയ സമയത്ത് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ നാശം. എന്തായാലും വി ഡി സതീശനൊക്കെ പ്രവർത്തന പാരമ്പര്യമില്ല എന്നൊക്കെ കടത്തി പറയാമോ? വിമർശിക്കുന്നവർക്ക് അത്ര പാരമ്പര്യമൊന്നും ഇവർക്കില്ലല്ലോ. ആരുടെ എത്രയാണ്? പറവൂരിന് വി ഡി സതീശനെ പറവൂരിന് പുറത്ത് മറ്റു മണ്ഡലങ്ങളിൽ എന്ത് വിജയസാധ്യതയായി വി ഡി സതീശനുള്ളത്? ശരി, അങ്ങനെ ഒരു വിമർശനമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ജോസഫാണ്. ശ്രീ ജോസഫ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. സാറേ, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ കോൺഗ്രസിന്റെ ഈ നേതാക്കളായിട്ടുള്ളവര് എല്ലാവരെയും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ അവരെയും കൊണ്ട് സാധിക്കുന്നില്ല. അതിനകത്ത് ഇതിപ്പോ ഒരു പക്ഷേ ഇത് പ്രായമുള്ളവര് നിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക്, അതായത് ഇപ്പം മുമ്പേ ആരാണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ, ഞാൻ ആരുടെയും പ്രത്യേകം പറയുന്നില്ല, അങ്ങനെയുള്ളവർ കുറച്ച് മാറി നിന്നുകൊണ്ട് ചെറുപ്പക്കാരൂടെ വരാമെങ്കിൽ ഈ കോൺഗ്രസിനകത്ത് അടിത്തട്ടിൽ നിന്ന് ഒരു ഊർജം കിട്ടും. ഇത് അടിത്തട്ടിലുള്ളവർക്കോ ആർക്കും ഇല്ല. ഇതിനകത്ത് നിൽക്കുന്ന കുറെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ഒരു ജാഥ വെച്ചാൽ അവര് 10 പേരെ കാണും, വേറെ ആരും പോവില്ല. ആർക്കും അങ്ങനെ ഇതിനകത്ത് ഒരു പ്രത്യാശയില്ല. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ഗുണം കൊണ്ടല്ല, ഈ കോൺഗ്രസ് ഇത്രമാത്രം ഒരു ഏകോപനം ഇല്ലാതെ പോകുന്നത് കൊണ്ട്, വേറെ വഴിയില്ലാത്തത് കൊണ്ടുമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പിന്നെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, വയനാട് നിന്നും സുരേഷാണ്. ശ്രീ സുരേഷ്, എന്താണ് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ഇത്തരത്തിലൊക്കെ ഈ ഘട്ടത്തിലും പ്രതികരിക്കുന്നത്? കേരളത്തില് ഭരണം ജനങ്ങള് മടുത്തിരിക്കുകയാണ്. 2 പ്രാവശ്യം ഇപ്പം CPM അധികാരത്തിൽ വരാൻ കാരണം കോൺഗ്രസിന്റെ അടികാരനാണ്. കോൺഗ്രസിലെ ജനങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന്. പക്ഷെ കോൺഗ്രസ് ഏറ്റവും നെറികെട്ട ഭരണം ഇതാണ് കാണിക്കുന്നവര്. അതിന് ജനങ്ങളുടെ തമ്മിത്തല്ലും ഈ കുതികാലി വെട്ടും കോൺഗ്രസിൽ അവസാനിപ്പിച്ചാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ. സുധാകരനും പിന്നെ സതീശനും ഒത്തൊരുമയോടുകൂടി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജനങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നിയമസഭയിലാണെങ്കിലും പൊതുരംഗത്താണെങ്കിലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുരളീധരനും പിന്നെ മറ്റുള്ള നേതാക്കളൊക്കെ ഈ രാഘവനൊക്കെ MP അവരെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ അവർ ശരിക്കും മാറി നിൽക്കണം. മുരളീധരനൊക്കെ എന്ന് പറഞ്ഞാല് പാർട്ടിയിൽ നിന്ന് പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. പുള്ളിക്കൊന്നും ഇതിനെക്കുറിച്ച് പാർട്ടിനെ വിമർശിക്കാൻ പോലും അവകാശമില്ല. പുള്ളിനെയൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യം കഴിഞ്ഞു. പാർട്ടിയിൽ നന്നായി ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. നിർണായകമായ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ മുരളീധരനെ പോലുള്ള നേതാക്കളല്ലേ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്? പക്ഷെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചതാണല്ലോ കരുണാകരനും കോൺഗ്രസും കൂടെ പിന്നെ മുരളീധരനും കൂടെ പാർട്ടി ഉണ്ടാക്കി വേറെ പോയ ആളല്ലേ. CPMലേക്ക് പോയിട്ട് അന്ന് അവിടെ കൂട്ടാത്തോണ്ടാണല്ലോ തിരിച്ചു വന്നത്. അപ്പോൾ ഒരിക്കലും അവരുടെ ഒരു നിർദ്ദേശം കേൾക്കാൻ പാടില്ല. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, മുട്ടാറിൽ നിന്നും മാത്യു ആണ്. ശ്രീ മാത്യു, താങ്കൾക്ക് പറയാം. മാത്യുവിന്റെ കോള് കട്ടായെന്ന് തോന്നുന്നു. മറ്റൊരു പ്രഷറുണ്ട്, തൃശ്ശൂരിൽ നിന്നും ജോർജ് ആണ്. ശ്രീ ജോർജ്, എന്താണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ ഈ പുതിയ കാലത്തും പഴയ രീതികളുമായി തുടരുന്നത്? അത് തല്ലൂടിയാൽ ഇടതുപക്ഷത്തിന് വിജയം കിട്ടും, അതിനു വേണ്ടിയിട്ടാണ്. അതെ, കോൺഗ്രസ് ജയിക്കണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ആഗ്രഹമില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. എന്താ കാരണം വെച്ചാലേ, നല്ല നേതാക്കന്മാര് വന്നാൽ കോൺഗ്രസിനെ കാത്തു നിൽക്കണിപ്പോ ജനങ്ങൾ മുഴുവൻ. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് അതിനു വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് 19 സീറ്റ് കൊടുത്തിട്ടേ എന്ത് ചെയ്തു അവരവിടെ? പറ്റിയില്ലെങ്കിൽ രാജിവെച്ച് പൊക്കൂടെ? ശരി, മറ്റു പ്രശ്നമുണ്ട്, കുട്ടനാട് നിന്നും കറിയാച്ചനാണ്. ശ്രീ കറിയാച്ചൻ, താങ്കൾക്ക് പറയാം. സാറേ, ഇത് പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അധികാരം കിട്ടിയപ്പം കോൺഗ്രസ് മുഴുവൻ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറിയ അധികാരത്തിൽ കയറി അവര് മുഴുവൻ കെട്ടിമുടിക്കുക. അങ്ങനെ നല്ലൊരു സാധ്യത കിട്ടിയിട്ട് ആ സാധ്യത ഇവർക്ക് വിജയപ്രദമാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ശരി,
എന്തായാലും ഈ വിഷയത്തിൽ നിരവധി പ്രേക്ഷകരാണ് പ്രതികരിച്ചത്. പൊതുവെ പ്രേക്ഷകരുടെ എല്ലാം അഭിപ്രായത്തിൽ നേതാക്കളുടെ ഇത്തരത്തിലുള്ള പരസ്യമായ വിഴുപ്പലക്കലിന് എതിരായ സംസാരമാണ് ഉണ്ടായത്. ചിലരെങ്കിലും ഇങ്ങനെ പരസ്യമായ അഭിപ്രായം പറയുന്ന നേതാക്കൾക്കെതിരെയും ശക്തമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞു. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.